ആയത്തുള്ള അലി ഖംനൈ എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്ര നേതാവ് എന്നതിനപ്പുറത്തേക്ക് അവരുടെ പരമോന്നത നേതാവാണ്. ആ രാജ്യത്തെ ലോകം മുഴുവൻ ഉള്ള പ്രതിരോധങ്ങളിൽ നിന്ന്, ആക്രമണങ്ങളിൽ നിന്നൊക്കെ പ്രതിരോധിച്ച് മുന്നോട്ട് കൊണ്ടുപോയ ഒരു തലമുറയുടെ പ്രതിനിധി കൂടിയാണ് അദ്ദേഹം. നമുക്കറിയാവുന്നതാണ്, മുൻപ് അമേരിക്ക അട്ടിമറി നടത്തി ഒരു ഭരണാധികാരിയെ ഇറാന്റെ പ്രസിഡന്റായി അവരോധിച്ചതിന് ശേഷം തിരികെ 10-25 വർഷത്തിന് ശേഷം തിരികെ വന്നതാണ് അയത്തുള്ള ഖമേനിയുടെ പിതാവ്. അതിനുശേഷം ആ ചരിത്രം പിൻപറ്റിക്കൊണ്ടാണ് അദ്ദേഹവും ഈ പരമോന്നത നേതാവ് എന്ന പദവിയിലേക്ക് വരുന്നത്. അദ്ദേഹത്തിന് ശേഷം ആരെന്ന് ചോദിക്കുമ്പോൾ രാഷ്ട്ര നേതാവ് എന്നതിനപ്പുറത്തേക്ക് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, അവരുടെ നായകൻ എന്ന നിലയ്ക്ക് തന്നെയാണ് ആ ചർച്ചകൾ സജീവമാകുന്നത്. ആരാകും അലി ഖമനയുടെ പിൻഗാമി എന്ന ചർച്ചകൾ അതുകൊണ്ടാണ് ഇത്രയധികം ഉയർന്നു വരുന്നത്. ഉയർന്നു കേൾക്കുന്ന പേരുകളും സാധ്യതകളും നമുക്ക് പരിശോധിക്കാം. ആരാകും പിൻഗാമി എന്നുള്ള വിവരങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക്. മുജ്തബ ഖമനൈ, അതായത് ആയത്തുള്ള ഖമനയുടെ മകൻ, IRGCയുമായി അടുത്ത ബന്ധമുള്ള ആളാണ്. മുജ്തബ ഖമനയുടെ പേര് തന്നെയാണ് ഏറ്റവും പ്രധാനമായി ഉയർന്നു കേൾക്കുന്നത്. അടുത്തത് ആരാണ് എന്നതുകൂടി നമുക്ക് പരിശോധിക്കാം. രണ്ടാമതായി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്ന പേര് ആയത്തുള്ള അലി റീസ അറാഫി, മുതിർന്ന മതപണ്ഡിതനാണ്, അസംബ്ലി ഓഫ് എക്സ്പേർട്സിൽ അംഗം കൂടിയാണ് ആയത്തുള്ള അലി റീസ അറാഫി. അടുത്ത പേര് ഹൊജാദ് മോഹ്സിൻ ഖ്വാമി, ഖമനയുടെ മുഖ്യ ഉപദേഷ്ടാവാണ്, തീവ്ര നിലപാടുള്ള ഒരു നേതാവ് കൂടിയാണ് ഹൊജാദ് മോഹ്സിൻ ഖ്വാമി. അടുത്തത് ആരാണ് എന്നതുകൂടി നമുക്ക് പരിശോധിക്കാം. ഹസൻ ഖൊമൈനി, റോഹല്ല ഖൊമൈനിയുടെ ചെറുമകനാണ്, മിതവാദിയായ നേതാവാണ്. ആയത്തുള്ള ഖമനയുടെ പിന്മുറക്കാരാരാണ് എന്നത് സംബന്ധിച്ച് ഇപ്പോൾ പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ തുടരുകയാണ്. അതിനുവേണ്ടി 4 അംഗ കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട്. ആ കൗൺസിലിലേക്ക് പരിഗണിക്കപ്പെടുന്ന പേരുകൾ ഇവരുടേതൊക്കെയാണ്. ഹസൻ ഖൊമേനി എന്ന പേരാണ് നമ്മൾ ഇതിനു മുൻപ് കണ്ടത്. മുഹമ്മദ് മഹ്ദി മിർബാഗേരി, തീവ്ര നിലപാടുള്ള നേതാവാണ്, അസംബ്ലി ഓഫ് എക്സ്പേർട്സിൽ അംഗമാണ് ഇദ്ദേഹം. ഖമനയുടെ പിൻഗാമി എന്ന നിലയ്ക്ക് ഇദ്ദേഹത്തിന്റെ പേര് കൂടി ഉയർന്നു വരുന്നുണ്ട്. മുഹമ്മദ് മഹ്ദി മിർബാഗേരി എന്ന ഇറാന്റെ നേതാവ് ഇനി ആയത്തുള്ള ഖമനയുടെ പിൻഗാമിയാകുമോ എന്നത് നമുക്ക് കണ്ടറിയാം. ഈ പേരുകളൊക്കെയാണ് ഇറാൻ നിലവിൽ പരിഗണിക്കുന്നത്. ഇവരിൽ ആര് എന്ന ചോദ്യമാണ് ഉയർന്നത്. സായ് കുമാർ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സായി, ആരാണ് ഇറാന്റെ അടുത്ത നേതാവ്, അടുത്ത പരമോന്നത നേതാവ് എന്ന ചർച്ചകൾ ഇറാനിൽ മാത്രമല്ല ലോകമെമ്പാടും ഉണ്ടാവുകയാണ്. കാരണം ആരുണ്ടായാലും ഇല്ലെങ്കിലും രാജ്യത്തിന്റെ അഭിമാനത്തിന് നേരെ ഉയർന്ന ആക്രമണമാണ്, അതിന് പ്രതികാരമുണ്ടാകുമെന്ന് ഇറാൻ സംയുക്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഒന്നാണ്. അതിന്റെ നായകൻ ആര് എന്ന ചോദ്യം കൂടിയാണ് ഉയരുന്നത്. തീർച്ചയായും മാധു, നിലവിൽ എന്തായാലും ഒരു 3 അംഗ ഉന്നതാധികാര കൗൺസിലിന് ചുമതല നൽകിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് ഇറാൻ വളരെ വേഗത്തിൽ നടത്തിയത്. പക്ഷേ അടുത്ത പിൻഗാമി ആരാകും എന്നത് സംബന്ധിച്ചുള്ള ആഴത്തിലുള്ള ചർച്ചകൾ അവർ നടത്തുകയും ചെയ്യുന്നു. കാരണം അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. അങ്ങേയറ്റം കലുഷിതമായ ഒരു സാഹചര്യത്തിൽ രാജ്യത്തെ മുന്നിൽ നിന്ന് നയിക്കാൻ ആയത്തുള്ള അലി ഖമൈനിയെ പോലെ തന്നെ നേതൃശേഷിയുള്ള, സംഘാടന മികവുള്ള ഒരു നേതാവിനെ തന്നെ അവർക്ക് വേണ്ടതുണ്ട്. അങ്ങനെ പല പേരുകൾ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതിൽ ഏറ്റവും സാധ്യത മുജ്തബ ഖമൈനി എന്ന ആയത്തുള്ള അലി ഖമൈനിയുടെ രണ്ടാമത്തെ മകൻ, അത് നേരത്തെ സൈനിക സേവനം ചെയ്ത് പിന്നീട് ആത്മീയ കാര്യങ്ങളിലേക്ക് പോവുകയും രാജ്യത്തെ മതപണ്ഡിതനായി മാറുകയും ചെയ്ത മുജ്തബ ഖമൈനിയുടെ പേര് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത്. അതിന് പിന്നാലെ ആയത്തുള്ള അലി റീസ അറാഫി, ഹൊജാദ് മോഹ്സിൻ ഖാമി എന്നിങ്ങനെ നേരത്തെ മാധു സൂചിപ്പിച്ച പേരുകളും സജീവ പരിഗണനയിലുണ്ട്. പക്ഷേ മുജ്തബയ്ക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു കേട്ടതാണ്. ആയത്തുള്ള അലി ഖമൈനിയുടെ നഷ്ടം എന്നുള്ളത് ഇറാനെ സംബന്ധിച്ച് അങ്ങേയറ്റം നികത്താനാകാത്തൊരു നഷ്ടമാണ്. അപ്പോൾ അത് അദ്ദേഹത്തിന്റെ ഈ ഒരു അന്ത്യത്തിൽ അത് ഒരു കൊലപാതകമാണ്. തങ്ങളുടെ പരമാധികാരത്തിൽ കയറി ശത്രുരാജ്യം നടത്തിയതാണ്. അതിന് പ്രതികാരം ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് ആ ഒരു നേതൃപാഠവുമുള്ള ഒരു നേതാവിനെ തന്നെ ഇപ്പോൾ പരമോന്നത നേതാവായി കൊണ്ടുവരാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഇറാൻ നടത്തുന്നത്. വളരെ വേഗത്തിൽ തന്നെ ആ തീരുമാനം ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ 3 മതപണ്ഡിതരടക്കമുള്ള 3 പേരടങ്ങുന്ന ഒരു സമിതിയാണ് നിലവിലെ ദൈനംദിന കാര്യങ്ങൾ 40 ദിവസത്തെ ദുഃഖാചരണമടക്കം ഇപ്പോൾ രാജ്യത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇപ്പോൾ ഈ ഒരു ആക്രമണത്തിന് മറുപടി നൽകാനുള്ള നിർണായക തീരുമാനമടക്കം എടുക്കാനുണ്ട്. അങ്ങനെ ഒരു കൗൺസിലിനാണ് നേതൃചുമതല താൽക്കാലികമായി നൽകിയിട്ടുള്ളത്. അതിൽ ഇറാൻ പ്രസിഡന്റിന്റെ ചീഫ് ഓഫ് ജുഡീഷ്യറി ഉണ്ട്, ഗാർഡിയൻ കൗൺസിലിലെ നിയമജ്ഞരിൽ ഒരാളുണ്ട്. അങ്ങനെ 3 അംഗ സമിതി, ഇറാൻ പ്രസിഡന്റ് അടക്കം അതിലുണ്ട്. അങ്ങനെ ഇറാൻ പ്രസിഡന്റ്, ചീഫ് ഓഫ് ജുഡീഷ്യറി, ഗാർഡിയൻ കൗൺസിലിലെ നിയമജ്ഞരിൽ ഒരാൾ, ഇവർ പേരടങ്ങുന്ന
3 പേരാണ് ഇപ്പോൾ ഇതിന്റെ നേതൃ ചുമതല, ഭരണ ചുമതല താൽക്കാലികമായി നിർവഹിക്കുന്നത്. അതിനുശേഷമായിരിക്കും പരമോന്നത പദവിയിലേക്ക് ആരാണ് യഥാർത്ഥത്തിൽ വരാൻ പോകുന്നത് എന്നുള്ള തീരുമാനത്തിലേക്ക്. ഇപ്പോൾ അലി റസ റഫിയെ അടക്കം ഉള്ള താൽക്കാലിക ചുമതല ഏൽപ്പിക്കുന്നു എന്ന തരത്തിൽ പോലുമുള്ള റിപ്പോർട്ടുകൾ പലയിടങ്ങളിൽ നിന്നും വരുന്നുണ്ട്. പക്ഷേ ഇറാൻ ഔദ്യോഗികമായി അതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം ഇതുവരെയായും നൽകിയിട്ടില്ല. എന്തായാലും ഒരു മതപണ്ഡിതൻ തന്നെയായിരിക്കും, ആത്മീയ കാര്യങ്ങളിൽ അഗ്രഗണ്യനായിട്ടുള്ള ഒരു മതപണ്ഡിതൻ തന്നെയായിരിക്കും ആയത്തുള്ള അലി ഖൊമൈനിയെ പോലെ പരമോന്നത നേതൃ പദവിയിലേക്ക് വരുന്നത്. ആ രീതിയിലേക്ക് ഉയർത്തപ്പെടുന്ന ഒന്നിലധികം നേതാക്കൾ ഇപ്പോൾ ഇറാനിൽ ഉണ്ട്. അവരിൽ ആരെങ്കിലും തന്നെയായിരിക്കും ആ പദവിയിലേക്ക് എത്തുന്നത്. എന്തായാലും ആരായാലും അവർക്ക് മുന്നിലുള്ളത് വലിയ വെല്ലുവിളിയാണ്. രാജ്യം അങ്ങേയറ്റം കഴിഞ്ഞ 35 വർഷമായി ഇറാനിൽ ഭരിക്കുന്ന അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ അധികാരത്തിലിരുന്ന ഒരു ഭരണ നേതാവിന്റെ ഇപ്പോൾ മാധു ഏറ്റവും പുതിയ വിവരം അലിസിറ അറഫിയെ ഇപ്പോൾ ലീഡർഷിപ്പ് കൗൺസിലിലേക്ക് അപ്പോയിന്റ് ചെയ്തതായ അൽ ജസീറ സ്ഥിരീകരിക്കുകയാണ്. അദ്ദേഹം ഗാർഡിയൻ കൗൺസിലിലെ ഒരു അംഗം കൂടിയാണ്. അദ്ദേഹത്തെ ഇപ്പോൾ ഇതിലേക്ക് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു എന്നാണ് അൽ ജസീറ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നൽകുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ആ നിർണായക തീരുമാനം ഇപ്പോൾ എടുക്കുകയാണ്. അതൊരു പുതിയ ലീഡർ അലി റീസ അറഫി. നിലവിൽ അദ്ദേഹം പണ്ഡിതനാണ്. ഗാർഡിയൻ കൗൺസിൽ, അസംബ്ലി ഓഫ് എക്സ്പെർട്സ് എന്നിവയിലെ അംഗവും ബാസിജിന്റെ തലവനുമാണ്. അൽ മുസ്തഫ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയുടെ മുൻ ചെയർമാനാണ്. വെള്ളിയാഴ്ച പ്രാർത്ഥന നേതാവ്, അതായത് ആത്മീയ കാര്യങ്ങളിലും അവിടുത്തെ ഭരണ കാര്യങ്ങളിലുമൊക്കെ ഒരുപോലെ ഇപ്പോഴും ഇടപെടുന്ന ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തെ ഇപ്പോൾ താൽക്കാലിക ചുമതല നൽകി ഇപ്പോൾ ലീഡർഷിപ്പ് കൗൺസിലിലേക്ക് കൊണ്ടുവരികയാണ് മാധു. ശരി, അതായത് ലീഡർഷിപ്പ് കൗൺസിലിലേക്ക് കൊണ്ടുവരികയാണ്. ലീഡർഷിപ്പ് കൗൺസിലിലെ ഏറ്റവും വലിയ ചുമതല എന്ന് പറയുന്നത് ഈ സുപ്രീം ലീഡറുടെ ചുമതലകൾ നിർവഹിക്കുക എന്നുള്ളതാണ്. അതായത് പിൻഗാമിയായി എന്നുള്ള ഔദ്യോഗിക പ്രഖ്യാപനമല്ല, അതിനപ്പുറത്ത് രാഷ്ട്രത്തിനൊരു നേതാവില്ലാതെ പോകുന്ന സമയത്ത് അത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം എന്തായിരുന്നോ അത് ഫുൾഫിൽ ചെയ്യുക എന്ന ഉത്തരവാദിത്തത്തോടു കൂടിയാണ് ലീഡർഷിപ്പ് കൗൺസിലിലേക്ക് അൽ റീസ അറഫിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ ആ വാർത്ത വന്നിട്ട്. അൽ റീഫ അറഫിയാണ് ആയത്തുള്ള ഖാംനയുടെ പിന്തുടർച്ച എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങളിൽ മേൽ ഇപ്പോൾ ഈ 3 അംഗ കൗൺസിൽ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പുറത്തുവരുന്നത്.